أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ കഅബാലയത്തിൽ എത്തിച്ചേരുന്ന ഹാജി ആദ്യമായി ചെയ്യുന്ന കർമ്മം അത് തവാഫാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. തവാഫ് പ്രകൃതിയുടെ തേട്ടത്തിനനുസരിച്ച് അത് വിപരീത ദിശയിൽ കറങ്ങി ഹാജി ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്, ചരിത്രത്തെ ഓർമ്മിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. തവാഫ് നിർവഹിക്കുന്ന ഹാജി ശേഷം എത്തുക മഖാമു ഇബ്രാഹീമിലേക്കാണ്. മഖാമു ഇബ്രാഹിം എന്നത് അല്ലെങ്കിൽ ഹജ്ജ് തന്നെയും ഒരു കുടുംബത്തിൻ്റെ ഓർമ്മ പുതുക്കലും കുടുംബത്തിൻ്റെ ചരിത്ര സ്മരണയുമാണ്. റബ്ബിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പ്രബോധകനായിട്ടുള്ള പ്രവാചകൻ, ആ പ്രവാചകന് താങ്ങും തണലുമായി നിന്ന ഹാജർ എന്ന സ്ത്രീയുടെ, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി കൺകുളിർമയായി ജീവിച്ച ഇസ്മായിൽ എന്ന മകന് വേണ്ടി റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ അത് അറവകത്തിയാണെങ്കിലും തൻ്റെ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ അതിനും സദാ സന്നദ്ധനാണ് എന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു മകൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് നാളുകളിൽ കൂടുതലായി സ്മരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ തവാഫിലും ഹാജി വന്നെത്തുന്നത് ഈ കുടുംബത്തിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ ഓരത്താണ്. തവാഫ് കഴിഞ്ഞെത്തുന്ന ഹാജിയോട് പറയുന്നത് നിങ്ങൾ മഖാമു ഇബ്രാഹീമിൽ വരണമെന്നാണ്. മഖാമു ഇബ്രാഹിം എന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തിൻ്റെ പേരല്ല. മഖാമു ഇബ്രാഹിം എന്നത് യഥാർത്ഥത്തിൽ ഒരു നിലപാടിൻ്റെ പേരാണ്. മഖാമ് എന്നാൽ അർത്ഥം നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിന്ന സ്ഥലം എന്നാണ്. ഖാമ എന്നാൽ അറബിയിൽ നിന്നു എന്നതിനാണ് ഉപയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ മഖാമു ഇബ്രാഹീമിൽ വരിക മാത്രമല്ല, അവിടെ ചെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കി നിങ്ങൾ 2 റക്അത്ത് അവിടെ നമസ്കരിക്കേണ്ടതുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടുള്ള കടപ്പാടിൻ്റെ ഭാഗമാണത്. ഫത്തബിഉ മില്ലത്ത ഇബ്രാഹീമ, നിങ്ങൾ ഇബ്രാഹീമിൻ്റെ മില്ലത്തിന് നിങ്ങൾ പിൻപറ്റണം. ഇബ്രാഹീമി മില്ലത്തിനെ പിൻപറ്റുന്നത് ഇബ്രാഹീമിനോടുള്ള ബാധ്യതയാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഖാമു ഇബ്രാഹീമിൽ ചെറിയൊരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തിൽ ഒരു കറുത്ത കല്ലുണ്ട്, അൽ ഹജറുൽ അസ്വദ്. കഅബ നിർമ്മിക്കുന്ന വേളയിൽ ഹജറുൽ അസ്വദ് അതല്ലാത്ത മറ്റൊരു കല്ലുകൂടി മഖാമു ഇബ്രാഹിമിൻ്റെ സമീപത്തുണ്ട്. കഅബയുടെ ഉയരം കൂടുന്തോറും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം കയറി നിൽക്കുന്നതിന് വേണ്ടി ഒരു കല്ല് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെത്തിയെടുത്തിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. കയറി നിൽക്കുമ്പോൾ ഇത് കയറ്റി വെച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയെ അദ്ദേഹം പുനർനിർമ്മിക്കുന്നത്. ആ കല്ലിൽ കയറി നിൽക്കുന്ന സന്ദർഭത്തിൽ കാലിളകുന്നു എന്ന സംശയത്തിൽ ആ കല്ല് 2 കാലുകളും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു കുഴി അദ്ദേഹം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഇന്നും മഖാമി ഇബ്രാഹീമിൻ്റെ സ്ഥലത്ത്
അത്തരമൊരു കുഴി കാണാം. അങ്ങനെ കല്ലുകൾ ഇറക്കി വെച്ചാൽ കാലിടറുകയില്ല എന്നതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പണി ചെയ്യുന്നതിൻ്റെ ന്യായം. കാലിടറാതിരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെത്തിയെടുത്ത ആ കല്ലിനാണ് ഇപ്പോൾ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. ഫത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ മഖാമു ഇബ്രാഹിമിനെ മുസല്ലയായി സ്വീകരിക്കണം എന്ന് ഖുർആൻ പറയുന്നത് അവിടെയാണ്. വാസ്തവത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ കാലിടറാതിരിക്കുക എന്നത് ജീവിത നിലപാടായി സ്വീകരിച്ച ഒരു പ്രവാചകനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത നിലപാടെന്നാൽ കാലുമാറാതിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ജൂൺ 4 ഇലക്ഷൻ്റെ റിസൾട്ട് വരാനിരിക്കുകയാണ്. ഏത് ആദർശത്തിലും ഏത് പ്രമേയത്തിലുമാണോ അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്, ആ തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ വാഗ്ദാന ലംഘനങ്ങളും നടക്കുകയും കാലുമാറ്റപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വളരെ ഭയപ്പാടോടുകൂടി ഇന്ത്യ രാജ്യം ഇനി കാണാൻ പോകുന്ന ഒരു സവിശേഷ സന്ദർഭമാണ്. ഏതൊരാശയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണോ ആളുകൾ തിരഞ്ഞെടുത്തത്, ആ തിരഞ്ഞെടുക്കപ്പെട്ട ആശയത്തിൽ നിന്ന് കാലുമാറുന്ന സന്ദർഭത്തിലാണ് നമ്മൾ മഖാമു ഇബ്രാഹിമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കാലിടറാതിരിക്കാൻ, കാല് മാറ്റി നിലപാട് മാറ്റാതിരിക്കാൻ വേണ്ടി കല്ല് ചെത്തിയെടുത്ത് അത് ഉമ്മത്തെ മുസ്ലിമയ്ക്ക് ഒരിക്കലും നിങ്ങളുടെ കാല് ഇടറിപ്പോകരുതേ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഖാമു ഇബ്രാഹിം എന്ന ചരിത്ര സന്ദർഭം അവിടെ ഓർമ്മിക്കപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിലപാടിലേക്കാണ്. നിസ്സംഗതകൾ നിലപാടുകളായി മാറുകയും ഒരൊറ്റ ചെറിയ ക്യാപ്ഷനിലൂടെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത എത്രയോ നിലപാടുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. ഒരു ചെറിയ ക്യാപ്ഷനുകൾ പോലും അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായി കുറിക്കപ്പെടുകയും നിസ്സംഗതയുടെ മഹാനടന്മാർ പോലും ഫലസ്തീനിലെ ആ റഫയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും, ആ കണ്ണുകൾ അങ്ങോട്ട് പായിക്കാൻ പോലും കഴിയാത്ത മഹാനടന്മാർ വിലസുന്ന നാട്ടിൽ ചെറിയ നടന്മാരുടെ പോലും നിലപാടുകൾ വളരെ കൃത്യമായ നിലപാടുകളായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥലത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഖാമു ഇബ്രാഹിം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ട് ഒരു വാചകം അല്ലാഹു പറഞ്ഞത് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാമു ഇബ്രാഹിമിനെ നിങ്ങളുടെ നിലപാടാക്കി മാറ്റണം എന്ന് ഖുർആൻ പറയുകയാണ്. അതിനെ നിങ്ങൾ മുസല്ലയാക്കണം. ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഖലീൽ ഇബ്രാഹിമിൻ്റെ നിലപാടുകളെ നിങ്ങൾ മുസല്ലയാക്കി മാറ്റണം എന്ന് പറയാൻ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇടത്തെ അത്രമേൽ പ്രാധാന്യം നൽകിയെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാദം ഒരു ദിവസം പോലും ഒരിടത്തേക്കും ഇടറിയിരുന്നില്ല എന്നതാണ്. അദ്ദേഹം ആ കല്ല് വയ്ക്കുക മാത്രമല്ല, ജീവിതത്തിൻ്റെ നിലപാട് മൊത്തം അങ്ങനെയായിരുന്നു. ആസർ എന്ന പിതാവും പുരോഹിതനും വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയപ്പോൾ തൻ്റെ ജനത മുഴുവൻ കല്ലെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ നാട്ടിലെ ഭരണാധികാരിയായിരുന്ന നമ്രൂദ് വലിയ അഗ്നികുണ്ഡം തയ്യാറാക്കി അതിൽ കൊണ്ടിടാൻ പോകുമ്പോഴും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഖാമുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സുദൃഢമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ. അതുകൊണ്ട് ഇബ്രാഹീമി ജീവിതത്തിലെ നിലപാടുകളെ നമ്മുടെ നിലപാടാക്കി മാറ്റണം, കാലിടറിപ്പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാലിടറരുത് എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇന്നല്ലദീന ആമനു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു. ഞങ്ങൾ വിശ്വസിക്കുകയും അതേപോലെ തന്നെ ഞങ്ങൾ ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് സമാധാനത്തിൻ്റെ ഭയാശങ്കകളില്ലാത്ത സ്വസ്ഥമായ ജീവിതമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്രയോ തവണ
ഉറച്ച നിലപാടുള്ള മഹാനായിരുന്നു ഖലീൽ എന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആളുകൾ മുഴുവൻ ചുറ്റും കൂടി നിന്ന് കല്ലെറിയുമ്പോൾ, പിതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. വലാ അഖാഫു മാ തുശ്രിക്കൂ നബി, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്കെന്നെ എൻ്റെ ഉദ്യമത്തിൽ നിന്ന്, എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. എൻ്റെ ദൗത്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ, എന്നെ തെറ്റിക്കാൻ, എൻ്റെ നിലപാട് മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്, ഞാൻ എങ്ങനെ നിങ്ങളെ പേടിക്കും, എൻ്റെ മാർഗം ഇതാണ് എന്ന വ്യക്തമായ ബോധ്യത്തിലാണ് ഞാനുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുദൈവാരാധകരായ സമൂഹത്തോട് മാത്രമല്ല, ആ ബഹുദൈവാരാധകരെ മുഴുവൻ വഴിതെറ്റിക്കുന്ന തൻ്റെ പിതാവിനോട് വീടിൻ്റെ മുന്നിൽ വെച്ച് വളരെ കൃത്യമായ നിലപാട് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, കാലിടറാതിരിക്കുക എന്നത് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഖത്തീബ് മിമ്പറിൽ നിന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ വിശ്വാസത്തിൻ്റെ കൊടുമുടിയിലായിരിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ കാറ്റൊന്ന് പ്രതികൂലമായാൽ, പ്രതിസന്ധികൾ വന്നാൽ, ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഇസ്ലാം ഒരു തടസ്സമായി വരുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അല്ലാഹു തആല പറയുന്നത് വിശ്വാസത്തിൻ്റെ വലിയ കെട്ടുകളുള്ള, വിശ്വാസത്തിൻ്റെ ഓർമ്മകളുള്ള, വിശ്വാസത്തിൻ്റെ പേരുകൾ തുന്നിച്ചേർത്ത ഈമാനുള്ള ആളുകളെ വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ വിശ്വാസികളായിട്ടല്ലാതെ മരിക്കരുത് എന്ന്. കാറ്റൊന്ന് പ്രതികൂലമായാൽ ചഞ്ചലപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മനസ്സുകളെ ദൃഢീകരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇത്രമേൽ മഹത്തരമായൊരു വചനം വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയില്ല. ഇബ്രാഹിം നിലപാടിൽ സ്ഫുരിക്കുന്ന ഓർമ്മ ഒരിക്കലും കാലിടറരുത് എന്ന ഓർമ്മയാണ്. ഹാജി തവാഫ് കഴിഞ്ഞ് മക്കാമിൽ വന്ന് നമസ്കരിച്ചിട്ട് ഇബ്രാഹിം ഇബ്ലത്തിൻ്റെ നിലപാടിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം നടക്കുന്നത് സഅയിലേക്കാണ്. എന്താണ് സഅയി എന്ന് പറഞ്ഞാൽ? സഅയി എന്നാൽ അധ്വാനം എന്നാണ് അർത്ഥം. ഇത് സഅയിനെ കുറിച്ച് മാത്രമല്ല, ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതേത് അമലുകൾ പരിശോധിച്ചാലും ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വലിയ അർത്ഥഗർഭങ്ങളുള്ള പദങ്ങളാണ് ഹജ്ജിലെ ഓരോ അമലുകളുടെയും ഓരോ പദങ്ങളും ജ്യോതിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് അറഫയിലാണെങ്കിലും മിനയിലാണെങ്കിലും മഷ്അറിലാണെങ്കിലും ഇനി ജംറകളിൽ ചെന്ന് കല്ലെറിയുന്ന സന്ദർഭത്തിലാണെങ്കിലും അതൊക്കെ അർത്ഥഗർഭമായിട്ടുള്ള വലിയ ആന്തരികമായ വിശ്വാസി ആത്മീയമായി ചോദിപ്പിക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ ആ വചനങ്ങൾക്കും ആ പദങ്ങൾക്കുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വേറൊരു ആയത്തിൽ സഅി എന്ന പദം പരിചയപ്പെടുത്തുന്നുണ്ട്. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ അധ്വാനിച്ചത്, അവൻ ത്യാഗം ചെയ്തത് മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് സഅയിലെ അധ്വാനം? രണ്ട് മലകൾക്കിടയിൽ, സഫയുടെയും മർവയുടെയും കുന്നുകൾക്കിടയിലുള്ള അല്പം വേഗതയിലുള്ള ഓട്ടത്തിനാണ് ഹാജിയുടെ അധ്വാനം എന്ന അർത്ഥത്തിൽ സഅയ് എന്ന അമലിനെ പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അതാണോ അധ്വാനം? യഥാർത്ഥത്തിൽ ആ ഓട്ടത്തിൻ്റെ പേരല്ല, അല്പം ധൃതിയിലുള്ള ഓട്ടത്തിൻ്റെ പേരല്ല സഅയ് എന്ന് പറയുന്നത്. റബ്ബിനോട് ചേരാനുള്ള, പടച്ചവനോടും പടപ്പുകളോടുമുള്ള നമ്മുടെ ബാധ്യതാ നിർവഹണത്തിനുള്ള അധ്വാനത്തിനാണ് യഥാർത്ഥത്തിൽ സഅയ് എന്ന് പറയുന്നത്. നമുക്കറിയാം സഅയ് എന്നത് ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. കഅബാലയത്തിൽ ഒരു സ്ത്രീ ഓർമ്മിക്കപ്പെടുന്നുവെങ്കിൽ ആ ഓർമ്മകൾക്ക് പിന്നിൽ എന്തു വലിയ ചരിത്രമാണ് ആ കറുത്ത പെണ്ണ് സൃഷ്ടിച്ചത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും കഅബയിലെ അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അനുസ്മരിക്കപ്പെടുന്ന ഒരേയൊരു സ്ത്രീയുണ്ട് എങ്കിൽ അത് ഹാജറാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണം, മകൾ പ്രിയപ്പെട്ട ഫാത്തിമയെ അനുസ്മരിക്കാത്ത കഅബാലയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുകയും ഈ ഉമ്മത്തിനെ വൈജ്ഞാനികമായ പ്രതലത്തിലേക്ക് ഉയർത്താൻ കാരണക്കാരിയായ
ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീനിനെ അനുസ്മരിക്കപ്പെടാത്ത കഅബാലയത്തിൽ പടച്ചവൻ അനുസ്മരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഒരു പെണ്ണിനെയായിരുന്നു, അബലയായ ഒരു പെണ്ണ്. ഒരുപക്ഷെ ആധുനികതയുടെ വീക്ഷണത്തിൽ ഒരുപാട് ദൗർബല്യങ്ങൾ പേർന്ന ഒരു പെണ്ണ്. സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, സ്ത്രീ അവൾ അബലയാണ് എന്നും അവൾ ചപലയാണ് എന്നും അവൾ ഒന്നിനും കൊള്ളാത്തവനാണെന്നുമുള്ള ഒരു വീക്ഷണകോണിൽ നിന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ജനനം തന്നെ അപമാനമായി മാറിയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരു പെണ്ണിനെ കഅബാലയത്തിൽ സ്മരിക്കപ്പെടുന്നു എന്നുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതിൻ്റെ അർത്ഥതലങ്ങൾ ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. വെറും പെണ്ണായ ഒരു പെണ്ണ് മാത്രമല്ല, ചരിത്രം പറയുന്നത് അവൾ കറുത്തവളായിരുന്നുവെന്നാണ്. അബസീനിയക്കാരിയായ കറുത്ത പെണ്ണ് നമ്മുടെയൊക്കെ സൗന്ദര്യ സങ്കല്പങ്ങളെ മറികടക്കുകയും ഭേദിക്കുകയും ചെയ്യുന്ന എല്ലാ ചമയങ്ങളിൽ നിന്നും മാറി നിന്ന ഒരു വിരൂപയായ ഒരു പെണ്ണ്. മൂന്നാമതായി അവൾ ഒരു അടിമ കൂടിയായിരുന്നു. അങ്ങനെ ഒരു പെണ്ണിനെ ബൈത്തുൽ അതീഖിൽ പുരാതനമായ പടച്ചവൻ്റെ ഗേഹത്തിൽ അനുസ്മരിക്കപ്പെടാൻ മാത്രം എന്താണ് അവൾ ചെയ്ത ത്യാഗം, എന്താണ് അവൾ ചെയ്ത സഅയ്. ഹാജർ ഓടിയ ഒരു ഓട്ടമുണ്ടായിരുന്നു 5000 വർഷങ്ങൾക്ക് മുമ്പ്, 4000 വർഷങ്ങൾക്ക് മുമ്പ്. ഹാജിയോട് പറയുന്നത്, നീ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും ഏതെല്ലാം ഉത്തുംഗ തലങ്ങളിലാണെങ്കിലും ശരി, ഈ ഭവനത്തിൽ വരുമ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് ഈ സഫ മർവ 2 കുന്നുകൾക്കിടയിൽ ഓടിയിരുന്നു, നീയും അവിടെ ഓടേണ്ടതുണ്ട്. ആ ത്യാഗത്തെക്കുറിച്ച് കൃത്യമായി സ്മരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഹാജിർ? ഹാജിർ എന്നാൽ ഒഴിവാക്കിയവൾ എന്നാണ് അർത്ഥം. ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പോലും ചരിത്രത്തിൽ നിയോഗമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഹാജിർ, എല്ലാം ഒഴിവാക്കിയവൾ, റബ്ബിന് വേണ്ടി സർവ്വതും ത്യജിച്ചവൾ എന്ന പേര് ഇത്ര അർത്ഥഗർഭമായി കഅബാലയത്തിൽ ചേർത്ത് വെച്ച പടച്ചവന് 1000 സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിന് വേണ്ടി എല്ലാ ജീവിത സുഖങ്ങളും ഒഴിവാക്കി ഇറങ്ങിപ്പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് മുഹാജിർ എന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് റസൂൽ പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറമാനഹല്ല. അല്ലാഹു തആല വിരോധിച്ചതിനെ കൈവെടിയുന്നവനാണ് മുഹാജിർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭവനത്തിൽ സ്മരിക്കപ്പെടുന്നതിന് 2 കാരണങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. ഒന്ന്, പടച്ചവനോടുള്ള റബ്ബിനോടുള്ള അവരുടെ കടപ്പാടിൻ്റെ ആ ഭാഗധേയമാണ് കഅബാലയത്തിൽ ഹാജർ സ്മരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കഅബാലയത്തിൽ റബ്ബിനോടുള്ള കടപ്പാടിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ വളരെ കൃത്യമായി അവിടെ അടയാളപ്പെടുത്തപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ കാണുന്ന മാന്യത അത് നിറത്തിൻ്റേതല്ല. നിങ്ങൾ കാണുന്ന പ്രൗഢി അത് വർണ്ണത്തിൻ്റേതല്ല. അത് ഏതെങ്കിലും ഗോത്രക്കാരനായതിൻ്റെ പേരിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അസ്വദ വലാ ലി അഹ്മറ ഇല്ലാ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനോടുള്ള കടപ്പാടിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമതികൾ എന്ന് വളരെ കൃത്യമായി റസൂൽ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ പരിച്ഛേദമായിരുന്നു മഹദി ഹാജർ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ഒരേയൊരു മാനദണ്ഡം റബ്ബുമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെ എന്നതിനപ്പുറത്തേക്ക് ഒരു വർണ്ണവും ഒരു ജാതിയും ഒരു ഗോത്രവും പടച്ചവൻ്റെ മുമ്പിൽ സ്വാധീനിക്കപ്പെടില്ല എന്നതിൻ്റെ അടയാളമായി ഹാജർ കഅബാലയത്തിൽ സ്മരിക്കപ്പെടുന്നു. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിലെ ബഹുമതിയെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ തഖ്വയുടെ മാനദണ്ഡമാണ്. അതല്ലാത്ത ഒരു മാനദണ്ഡവും റബ്ബിന് വേണ്ടാത്തത് കൊണ്ടാണ് ഹാജർ കഅബാലയത്തിൽ സ്മരിക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇറാഖിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ, ഉർ എന്ന നഗരത്തിൽ നിന്ന് ഭർത്താവുമായി ഇറങ്ങുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ഇറങ്ങിപ്പുറപ്പെടുന്നത്. എൻ്റെ കൈക്കുഞ്ഞിന്, എനിക്കും എൻ്റെ കൈക്കുഞ്ഞിനും താങ്ങായി എൻ്റെ ഭർത്താവുണ്ട് എന്ന് ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഉർനഗരത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുന്ന ഹാജർ, മാത്രമല്ല എൻ്റെ ഭർത്താവ് സാധാരണക്കാരനല്ല, ഒരു പ്രവാചകൻ കൂടിയാണ്. വെറും പ്രവാചകനല്ല, അള്ളാഹുവിൻ്റെ ആത്മമിത്രമെന്ന് എത്രയോ തവണ റബ്ബ്
അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രവാചകൻ മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറിനെയും ആ കുഞ്ഞിനെയും മരുഭൂമിയിൽ ഇട്ടേച്ച് പോകുന്നുണ്ട്. ആ മരുഭൂമിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഒരു സസ്യലതാദികളുമില്ലാത്ത ജലജനശൂന്യമായ ഈ മരുഭൂമിയിൽ ഞാൻ ഇവരെ അധിവസിപ്പിക്കുകയാണ് റബ്ബേ. എന്തായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കുഞ്ഞിനെയും തൻ്റെ പ്രിയതമയെയും ആ മരുപ്പറമ്പിൽ ഇട്ടേച്ചു പോകുമ്പോഴുള്ള അവസ്ഥ എന്നത് വിശുദ്ധ ഖുർആൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ നാടിനൊരു പ്രത്യേകതയുണ്ട്, ഒരു കൃഷിയുമില്ല. കൃഷിയില്ലാത്തത് കാരണം അവിടെ കൃഷിയില്ലാത്തത് അതിൻ്റെ കാരണം അവിടെ വെള്ളമില്ലാത്തതാണ്. വെള്ളമില്ലാത്തത് കൊണ്ട് പറവകളില്ല, ഒരു ജനതയും അവിടെ താമസിക്കാനും വരില്ല. ഇങ്ങനെ ഒരു പ്രദേശത്തേക്ക് ഹാജറിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇട്ടേച്ചു പോകുന്ന സന്ദർഭത്തിൽ ബുദ്ധിമതിയായ ഹാജർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അയിന തദ്ഹബു യാ ഇബ്രാഹിം, ഇബ്രാഹിം താങ്കൾ എങ്ങോട്ട് പോകുന്നു? അതത്റുകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി അനീസുൻ വലാ ഷൈ. ഒരു ചങ്ങാത്തത്തിനും മനസ്സിന് ഇമ്പകരമായ ഒന്നുമില്ലാത്ത ഒരു പാഴ്മരുഭൂമിൽ താങ്കൾ എന്നെ ഇട്ടെറിഞ്ഞിട്ട് പോവുകയാണോ എന്ന് ഹാജർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് ചോദിക്കുമ്പോൾ ഇബ്രാഹിം അർത്ഥഗർഭമായ ഒരു മൗനം പൂണ്ടു എന്ന് ചരിത്രത്തിൽ കാണാം. മിണ്ടാതെ പോകുന്ന ഒരു മനുഷ്യനെ മിണ്ടിക്കാൻ ഒരേയൊരു ബുദ്ധിയുള്ളത് അത് സ്ത്രീക്കാണ് എന്നതുകൊണ്ട് ഹാജർ ആ മനുഷ്യനെ ഒന്ന് കുത്തി നോവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാജറിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന മറുപടി ഉറപ്പായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയേ പറ്റൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് മറുപടി പറയാൻ കഴിയാതിരുന്നു. അവർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം അല്ലാഹു അമറക ഹാദ. അല്ല ഇബ്രാഹിം, ഇത് പടച്ചവൻ്റെ കൽപ്പനയാണോ? അല്ലാഹു അമറക ഹാദ, പടച്ചവൻ കൽപ്പിച്ചിട്ടാണോ ഇങ്ങനെ ഒരു പോക്ക്? അല്ല, ഇത് താങ്കളുടെ റബ്ബ് കൽപ്പിച്ചതാണോ? ഒന്നുകിൽ ആണ് എന്ന് പറയണം, ഇല്ലെങ്കിൽ താങ്കൾ അല്ല എന്ന് പറയണം. ഹാജറിൻ്റെ ആ മുനയുള്ള ചോദ്യത്തിന് മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഗത്യന്തരമില്ലാതെ ഒരൊറ്റ മറുപടി പറഞ്ഞു, നഅം. അദ്ദേഹത്തിൻ്റെ മറുപടി ചരിത്രത്തിൽ കാണാം. ആ ഒരൊറ്റ മറുപടി പറഞ്ഞ് വീണ്ടും ആ കുഞ്ഞിനെയും സ്ത്രീയെയും വിട്ടേച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയാണ് ഹാജർ ഉയർത്തപ്പെടുന്നത്, ഇവിടെയാണ് ഹാജർ വാഴ്ത്തപ്പെടുന്നത്. കഅബാലയത്തിൽ സ്മരിക്കപ്പെടുന്ന ഒരേ ഒരു പെണ്ണായി ഹാജർ മാറുന്നത് അവിടെയാണ്. ഹാജർ പറഞ്ഞ ഒരു വർത്തമാനം, ഇദൻ ലയ്യുളയ്യഅനല്ലാഹു അബദ. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എങ്കിൽ, ഇത് പടച്ചവൻ്റെ തീരുമാനമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിയാണ് എങ്കിൽ പടച്ചവൻ ഞങ്ങളെ പാഴാക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പടച്ചവനിലേക്ക് അർപ്പിക്കാൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള മനസ്സ് ഒരു വിശ്വാസിക്ക് രൂപപ്പെട്ടു വന്നാൽ അയാൾ അവിടെ ഉയർത്തപ്പെടുന്നു, വാഴ്ത്തപ്പെടുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. റബ്ബിൻ്റെ തീരുമാനമാണെങ്കിൽ ഞാനും എൻ്റെ കൈക്കുഞ്ഞും ആ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ സജ്ജമാണ് എന്ന് മഹദിയായ ഹാജർ അവിടെ സൂചിപ്പിക്കുകയാണ്. ആ സന്നദ്ധതയുടെ, ആ തൽഹിയ്യത്തിൻ്റെ, ആ അർപ്പണബോധത്തിൻ്റെ ആ തൽഹിയ്യത്തുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഹാജറിൻ്റെ സഅയിലൂടെ ഹാജി അനുഭവിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോൾ ഹാജറിൻ്റെ കയ്യിലാണ് ആ കുഞ്ഞുള്ളത്. ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തു. പക്ഷേ പാല് ചുരത്താത്ത ആ മുലയിൽ തള്ളയ്ക്ക് ആഹാരമില്ലെങ്കിൽ കുഞ്ഞിനെങ്ങനെ ആഹാരം കിട്ടുമെന്ന ആ തിരിച്ചറിവിൽ നിന്ന് താൻ കഴിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന ഈന്തപ്പഴത്തിൻ്റെ കീറ് അത് വായിലിട്ടൊന്ന് പദം വരുത്തി ആ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഹാജർ അലൈഹിസ്സലാം. കയ്യിലിരിക്കുന്ന ഈന്തപ്പഴം ഉണ്ട് എന്ന പ്രതീക്ഷയിൽ, അതിനിയും കൊടുക്കാമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കരയുമ്പോൾ അതെടുത്ത് കൊടുക്കുമ്പോൾ അവസാനം അതും തീർന്നിട്ട് അവസാനം ആ കുഞ്ഞ് വല്ലാതെ കരയുന്ന ഒരു സന്ദർഭമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം അവസാനിച്ച് ആ മലഞ്ചെരുവിൽ ഏകാഗിയായി നിൽക്കുന്ന ഹാജറിൽ മാതൃത്വം ചൂടുപിടിക്കുന്ന സന്ദർഭമാണ് അത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെയാണ് ഹാജർ ഓടാൻ തുടങ്ങുന്നത്. ചരിത്രത്തിലേക്കാണ് അവർ ഓടിക്കയറിയത്.
എൻ്റെ മോൻ്റെ ആഹാരത്തിന് എവിടെ നീരുറവ കണ്ടെത്തുമെന്ന തോന്നലിൽ നിന്ന് ആ മാതൃത്വം ഓടിയ ഓട്ടത്തെക്കുറിച്ച് ചരിത്രം അത്ഭുതപ്പെടുന്നുണ്ട്. ആ അത്ഭുതത്തിൻ്റെ അടയാളമായിട്ടാണ് ഇന്ന് സംസമുള്ളത്. 2 മലകൾക്കിടയിൽ ഹാജർ ഓടുന്ന ആ ഓട്ടമെന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും നീരുറവ കിട്ടുമോ എന്ന ദാഹാർത്ഥമായ ഓട്ടത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ചാണ് സഅയ് ഓരോ ഹാജിയും ഓർമ്മപ്പെടുത്തുന്നത്. റസൂല് പറയുന്നുണ്ടല്ലോ, അവളെങ്ങാനും മതി എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതൊരു പുഴയായി ഒഴുകുമായിരുന്നുവെന്ന്. ഹാജറിൻ്റെ കണ്ണീർ ഒരു പുഴയായി ഒഴുകുകയും അത് വലിയൊരു സംസ്കൃതിയായി രൂപപ്പെടുകയും ചെയ്യുമായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തനിക്കാവശ്യമുള്ളത് മതി എന്ന് ബോധ്യമായപ്പോൾ അതിനെ കെട്ടുനിർത്തിയ ഹാജിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വർത്തമാനമുണ്ട്. ഹാജർ അടയാളപ്പെടുത്തിയ സംസമിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ തനിക്കാവശ്യമുള്ളത് മതി, ഒരു ധാരാളിത്തത്തിൻ്റെയും ആവശ്യം എനിക്കിപ്പോഴില്ല എന്നോർമ്മപ്പെടുത്തുന്നതാണ് സംസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വലിയ സമ്പന്നനായ ഒരു ഹാജി എത്തുമ്പോൾ, ജീവിതത്തിൽ ധാരാളിത്തം മാത്രം സൂക്ഷിച്ച ഒരു മനുഷ്യൻ അവിടെ എത്തുമ്പോൾ, എൻ്റെ ജീവിതാവശ്യത്തിന് സംസം മതി, എൻ്റെ ജീവിതാവശ്യത്തിന് കടം വാങ്ങി, കടത്തിൻ്റെ മേൽ കടം വാങ്ങി മുടിപ്പിക്കുന്ന സ്വഭാവം ഞാനിതാ സംസം കുടിച്ചുകൊണ്ട് നിർത്തുന്നു എന്നൊരാളെ ബോധ്യപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ സംസമിൻ്റെ ജലം എന്ന് പറയുന്നത്. നമുക്കാവശ്യമുള്ളത് കിട്ടുമ്പോൾ മതി എന്ന ഒരു ബോധവുമാണ് യഥാർത്ഥത്തിൽ സംസമിൻ്റെ പാഠമെന്ന് പറയുന്നത്. അവിടെ വെള്ളമുണ്ടായപ്പോൾ പറവകൾ വന്നപ്പോൾ അറബികൾ അവിടെ വന്നപ്പോൾ കച്ചവടക്കാർ വന്നു. സ്വാഭാവികമായും ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മുമ്പിൽ കച്ചവടക്കാർ വന്നിട്ട് ചോദിച്ച ചോദ്യം, ഈ വെള്ളം നിങ്ങളുടേതാണോ? കച്ചവട മനസ്സുമായി വന്ന ആ കച്ചവടക്കാർ ഈ വെള്ളം നിൻ്റേതാണോ എന്ന് ചോദിച്ചപ്പോൾ ഹാജർ പറഞ്ഞ മറുപടി, അതെ, അത് എൻ്റേതാണ്. ഇത് വിലയ്ക്ക് തരുമോ? ഹാജർ പറഞ്ഞു, ഇത് വിൽപ്പനയ്ക്കുള്ളതല്ല, ആർക്കും സ്വതന്ത്രമായി പാനം ചെയ്യാനുള്ളതാണ്. ഇത് എൻ്റേതാണ് എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു എന്നത് ശരിയാണ്, പക്ഷേ ഇതിൻ്റെ പേറ്റൻ്റ് എനിക്കാണ്. പക്ഷേ ഇത് ആർക്കും സ്വതന്ത്രമായി പാനം ചെയ്യാനുള്ള ഉറവിടമാണ്. സഅയിലൂടെ നമ്മൾ 2 പേരെ സ്മരിക്കുകയാണ്, ഹാജറിനെയും ഇസ്മായിലിനെയും. ഹാജിയോട് പറയുന്ന അടുത്ത ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വർത്തമാനം, ഇനി നിങ്ങൾ മറ്റൊരാളെ കൂടി സ്മരിക്കണം. ഇബ്രാഹീമിനെയും ഹാജറിനെയും നിങ്ങൾ സ്മരിച്ചുവെങ്കിൽ ഇനി നിങ്ങൾ അറഫയിലേക്കാണ് പോവേണ്ടുന്നത്. ദുൽഹജ്ജ് 9 ഹാജിമാർ അറഫയിലേക്ക് എത്തിച്ചേരും. ഹജ്ജിലെ പദങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ, അതിൻ്റെ അർത്ഥതലങ്ങൾ പരിശോധിച്ചാൽ എത്രമേൽ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യന് അത്രമേൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ചവൻ ചേർത്ത് വെച്ച അമലുകളാണല്ലോ ഇത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്താണ് അറഫ എന്ന് പറഞ്ഞാൽ? അറഫ എന്നാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം. എന്താണ് ഒരു ഹാജി അറിയേണ്ടുന്നത്? അറഫയിൽ നിൽക്കുന്ന ഹാജിയുടെ ഒന്നാമത്തെ അറിവെന്തായിരിക്കണം? ഞാൻ ആരാണ് എന്ന ബോധ്യമാണ്. ഞാൻ ആരാണ് എന്ന് ഹാജി സ്വയം ബോധ്യപ്പെടലാണ് അറഫയിൽ നിൽക്കുന്ന ഹാജി ഒന്നാമതായി അറിയേണ്ടുന്നത്. ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ബോധ്യമാണ്, അവനവനെ തന്നെ ബോധ്യപ്പെടുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. ആരാണോ സ്വന്തത്തെ അറിയുന്നത് അവന് റബ്ബിനെ കണ്ടെത്താൻ കഴിയും. സ്വന്തത്തെ അറിയുന്നവന് റബ്ബിനെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ സ്വന്തത്തെയും റബ്ബിനെയും കണ്ടെത്താനുള്ള ഒരേ ഒരു അമലാണ് ഹജ്ജ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്നാൽ അത് അറഫയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിശാച് ഇത്രയും വികൃതമാക്കപ്പെട്ട, പിശാച് ഇത്രയും അമ്പരപ്പോടുകൂടി അന്താളിച്ച് നിൽക്കുന്ന, നാണം കെട്ട് നിൽക്കുന്ന ഒരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. അറഫയേക്കാൾ പിശാചിന് ഇത്രയധികം നിന്ദ്യകരമായ ഒരു ദിവസവും വരാനില്ല. മാറു യശൈത്താനു യൗമൻ ഫീഹി അസ്ഗറു വ അഹ്കറു വല അഷ്നഅ മിൻഹു ഫീ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ പിശാച് നാണം കെട്ട് നിൽക്കുന്ന ഒരു ദിവസവും വരാനില്ല എന്ന് സാക്ഷാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിശാചിന് ബോധ്യപ്പെടുന്നു പടച്ചവൻ്റെ ദാസൻ അവനെ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന്. അവനെ തിരിച്ചറിഞ്ഞവൻ റബ്ബിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നും പിശാചിന് ബോധ്യപ്പെട്ടതുകൊണ്ട് പിശാച് അവിടെ അറഫയിൽ നാണം കെടുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, യൻസിലുല്ലാഹു തബാറക വതആല ഫീ യൗമി അറഫ ഇലാ സമാഇദ് ദുനിയ. മനുഷ്യരോട് ഏറ്റവും അടുത്ത ആകാശത്തേക്ക് പടച്ചതമ്പുരാൻ അറഫ ദിവസം ഇറങ്ങി വരും. ഫയുബാഹി അഹ്ലൽ അർളി ബി അഹ്ലിസ് സമാ. ആകാശലോകത്തുള്ള ആളുകളോട്, ഈ ഭൂമുഖത്തുള്ള മനുഷ്യന്മാരെ കുറിച്ച് പടച്ചവൻ പ്രൗഢി പറയും. ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ ദാസന്മാരെ നിങ്ങൾ നോക്കൂ. ജാഉ ശുഅസൻ ഗുബ്ബറ, അവർ പൊടിവരണ്ടുകൊണ്ട് മുടി ജട പിടിച്ചുകൊണ്ട് വന്നത് കണ്ടില്ലേ എൻ്റെ ദാസന്മാർ. ജാഉ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ ഊടുവഴികളിൽ നിന്നും എത്ര ത്യാഗം ചെയ്തു വന്ന മനുഷ്യരാണവർ. അവരുടെ ഒരേ ഒരു പ്രതീക്ഷയും ഒരേ ഒരാഗ്രഹവും യർജൂന റഹ്മത്തി, എൻ്റെ കാരുണ്യത്തിലാക്കി വന്നവർ. വയഖാഫു വലം യറു അദാബി, ഞാൻ ശിക്ഷിക്കുമെന്ന വിഷയത്തിൽ അവർക്കൊരു ഭയാശങ്കകളുമില്ല. എൻ്റെ ശിക്ഷയെക്കുറിച്ച് അവർ മറന്നുപോയിരിക്കുന്നു. എൻ്റെ കാരുണ്യത്തെ മാത്രം പറഞ്ഞുകൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടു വന്ന ഇവരെ നിങ്ങൾ നോക്കൂ മലക്കുകളെ എന്ന് പടച്ചവൻ പറയുന്ന ദിവസമാണ് അറഫ. സ്വന്തത്തെ തിരിച്ചറിയാൻ, അതുവഴി റബ്ബിനെ തിരിച്ചറിയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ആ തിരിച്ചറിവോളം മറ്റൊരു തിരിച്ചറിവും ഒരു മനുഷ്യനും ലഭിക്കാനില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജ് എന്ന് പറയുന്നത്. അറഫ കഴിഞ്ഞ് ഹാജി പോകുന്നത് മഷ്അറുൽ ഹറാമിലേക്കാണ്. മുസ്ദലിഫയിൽ രാപാർക്കണം. മഷ്അറുൽ ഹറാം എന്നത് അതൊരു അവബോധമാണ്. അറഫ അത് അറിവാണ് എങ്കിൽ മഷ്അർ എന്നത് ഒരു അവബോധമായി വിശ്വാസിയിൽ കുടിയിരുത്തപ്പെടേണ്ട അനുഭവമാണ്. മഷ്അറുൽ ഹറാമിലെ അൽ മബീതു ബി മുസ്ദലിഫ, മുസ്ദലിഫയിലെ രാപാർക്കൽ. അറിഞ്ഞു, ഇനി അവബോധമുണ്ടാവണം. എന്താണ് അവബോധം? അവിടെ കിടക്കാൻ പ്രത്യേകമായ ടെൻറ്റില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ ടെൻറ്റുകൾ, പുതച്ചത് അത് വിരിച്ചു കിടക്കുന്നു, വിരിച്ചത് അത് പുതച്ചു കിടക്കുന്നു. മുകളിൽ ആകാശം, താഴെ ഭൂമി, ഒരു ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ രാത്രിയിൽ അവിടെ കിടക്കുകയാണ്. താൻ അറഫയിൽ വെച്ച് തിരിച്ചറിഞ്ഞ റബ്ബിനെ അനുഭവിക്കുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ മഷ്അറുൽ ഹറാമിലെ രാപാർക്കൽ. നമ്മളൊക്കെ റബ്ബിനെ എങ്ങനെ മനസ്സിലാക്കി? നമ്മുടെ റബ്ബ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്ക് റബ്ബുണ്ട്, പക്ഷെ നമ്മുടെ റബ്ബ് നാവിലും തലച്ചോറിലുമാണ്. നമുക്ക് ഈമാനുണ്ട്, അത് നാവിലും തലച്ചോറിലുമാണ്. വലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നു, നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് അരിച്ചിറങ്ങിയിട്ടില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇവിടെ കിടന്ന് റബ്ബിനെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കണം. എന്നിട്ട് നാളെ നിങ്ങൾ മിനയിൽ പോകണം. മിനയിൽ ആയുധങ്ങളുമായിട്ടാണ് പോവേണ്ടുന്നത്. എന്താണ് ആയുധങ്ങൾ? കുരുമുളകിൻ്റെ അത്ര വലിപ്പമുള്ള കല്ലുമായിട്ട് നിങ്ങൾ മിനയിൽ പോകണം. പഴയ മനുഷ്യനായിരുന്ന നീ പുതിയ മനുഷ്യനാകാൻ വന്നതാണ്. ജംറയിൽ പോയി കൃത്യമായി പിശാചിനെ പ്രതിരോധിക്കണം. നിന്റെ പുതിയതായ ജീവിതത്തിന് എന്തെല്ലാം വഴിമുടക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ നിന്റെ പുതിയ മനുഷ്യൻ്റെ ഒരു നവമനുഷ്യനായി സൃഷ്ടിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുണ്ടോ, വിഘാതമായിട്ടുണ്ടോ, അത്തരത്തിലുള്ള എല്ലാ സങ്കല്പങ്ങളെയും എറിയാനുള്ള ഇടമാണ് നാളെ ജംറയിൽ നീ നിർവഹിക്കേണ്ടുന്ന ഇബാദത്ത്. ചില മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ, ഉംറയിൽ പിശാചിനോട് ദേഷ്യം വന്നിട്ട് താനിട്ടിരിക്കുന്ന ചെരുപ്പോ അല്ലെങ്കിൽ കയ്യിലുള്ള വലിയ എന്തെങ്കിലും വസ്തുക്കൾ വെച്ച് ആവേശത്തിലെറിയുന്ന മനുഷ്യർ. ജംറയിലെ കല്ലെറിയൽ യഥാർത്ഥത്തിൽ മനുഷ്യന് നൽകുന്ന ഒരു തിരിച്ചറിവ്, ഹാജിക്ക് നൽകുന്ന തിരിച്ചറിവ്, പിശാച് എന്നത് അപകടകാരിയാണ്, ശരിയാണ്. പക്ഷേ കുരുമുളകോളം പോന്ന ചെറിയ കല്ലെടുത്തെറിഞ്ഞാൽ ഒതുക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ പിശാച് എന്ന ബോധ്യം കൂടി യഥാർത്ഥത്തിൽ ജംറയിലെ കുഞ്ഞു കല്ല് എറിയുന്നതോടുകൂടി ഹാജിക്ക് ബോധ്യം വരണം. ഇന്ന ശൈത്താന ലക്കും അദുവ്വും മുബീൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നമ്മുടെ ശത്രുവാണ് എന്ന് പോലും നമ്മൾ ധരിച്ചിട്ടില്ല. ഇന്നും നമ്മൾ പറയുന്നത് ഫാസിസ്റ്റുകളും അതേപോലെ ജൂതന്മാരുമാണ് മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ശത്രു എന്നാണ്. ഫാസിസ്റ്റുകൾക്കും ജൂതായിസത്തിനും സയണിസ്റ്റുകൾക്കും അപ്പുറത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശത്രു അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് അത് പിശാചാണ് എന്ന അവബോധമാണ് യഥാർത്ഥത്തിൽ ജംറയിൽ കല്ലെറിയുന്ന ഹാജിയിൽ ആദ്യമായി ഉണ്ടാവേണ്ടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സുപ്രധാനമാണ് ബലികർമ്മം. ചരിത്രം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ത്യാഗസന്നദ്ധതയുടെ അങ്ങേയറ്റത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്.
നമ്മുടെയൊക്കെ ബലി, അതിൻ്റെ ആത്മാവ് എവിടെ നിൽക്കുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്താം. നമ്മുടെ ബലി അർത്ഥശൂന്യമാണ്. ബെല്ലാരിയിൽ നിന്നും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന പോത്തിനെ അറുത്ത് മാംസം വിതരണം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരാത്മാവുമില്ലാത്ത ഒരു കർമ്മമായി, ആഘോഷമായി യഥാർത്ഥത്തിൽ ബലി മാറിയിട്ടുണ്ട് എന്നതാണ്. നിങ്ങൾ അറുക്കുന്ന ആ അറവ് മൃഗത്തിൻ്റെ രക്തമോ മാംസമോ അല്ല പടച്ചവൻ്റെ അടുക്കൽ എത്തുന്നത്. നിങ്ങൾക്ക് എന്ത് സമർപ്പിക്കാൻ കഴിയും, ഈ ബലിയിലൂടെ നിങ്ങൾ എന്തെല്ലാം അറുത്തു കളയുന്നു എന്നതാണ് പടച്ചവൻ അറിയേണ്ടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗപൂർണമായ ജീവിതത്തിലെ ബലി നമ്മൾ പഠിക്കേണ്ടതാണ്. ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. മോനെ, നിന്നെ അറുക്കണമെന്ന് റബ്ബ് പറയുന്നു. എന്താണ് അതിൻ്റെ അഭിപ്രായം? ഇഫ്അൽ മാ തുഅ്മർ സതജിദ്നി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് താങ്കൾ ചെയ്യൂ. സന്നദ്ധതയാണ് വേണ്ടത്. ആ സന്നദ്ധതയ്ക്ക് മുമ്പിൽ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് പരലോകത്ത് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ത്യാഗസന്നദ്ധതയാണ്. എന്തെല്ലാം താല്പര്യങ്ങൾ ബലിക്ക് മുമ്പ് ഞാൻ അറുത്തു കളയണം. ബലി അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അവരുടെ നഖങ്ങളും രോമങ്ങളും നീക്കം ചെയ്യരുത്. അതൊരു പ്രതിജ്ഞയാണ്, അതൊരു തയ്യാറെടുപ്പാണ്. എൻ്റെ താല്പര്യങ്ങൾ ബലി കഴിക്കാനുള്ള, വലിയ പോത്തിനെ അറുക്കുന്നതിന് മുമ്പ് എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ ദുനിയാവിയായ മോഹങ്ങൾ, എൻ്റെ ഇച്ഛകൾ, ഇതിനെയൊക്കെ അറുത്തിടേണ്ടുന്ന ഒരു പ്രതിജ്ഞ കൂടിയാണ് യഥാർത്ഥത്തിൽ ബലിക്ക് മുമ്പുള്ള ഈ തയ്യാറെടുപ്പുകൾ പോലും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള സംഭാഷണം ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബലിക്കല്ലിൽ കിടക്കുന്ന ഇസ്മായിൽ അലൈഹിസ്സലാം ഖലീലിൻ്റെ മുഖത്ത് നോക്കി, പിതാവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്, വാപ്പ, എൻ്റെ ഉമ്മ ഒരിക്കലും സങ്കടപ്പെടരുത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ സന്ദർഭം പറയുന്നുണ്ട്, എൻ്റെ ഉമ്മയെ വേദനിപ്പിക്കരുത്. താങ്കൾ ഒന്നാമതായി മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം. ആ ത്യാഗസന്നദ്ധത എത്രയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ വസിയ്യത്ത് പറയുകയാണ്. വാപ്പ, ഉമ്മയെ വേദനിപ്പിക്കരുത്. ഒന്നാമതായി താങ്കൾ ചെയ്യേണ്ടുന്നത് മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം. എന്തുകൊണ്ട് എന്നാൽ എന്നെ അറുക്കുന്ന സമയത്ത് ഇതെൻ്റെ മോൻ്റെ കഴുത്താണല്ലോ എന്ന ഒരു തരത്തിലുള്ള ഭയാശങ്കകളും ഉത്കണ്ഠകളും താങ്കളുടെ മനസ്സിലുണ്ടാവരുത്. അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള കത്തി വേഗത്തിലിട്ട് അറുക്കണം. രണ്ടാമത്തേത്, എൻ്റെ ഉമ്മയ്ക്ക് ചോര കണ്ടാൽ പേടിയാണ്. മൂർച്ചയുള്ള ആ കത്തി കൊണ്ട് അറുക്കുന്ന സമയത്ത് വസ്ത്രമൊന്ന് ഉയർത്തിപ്പിടിക്കണം. എൻ്റെ ബ്ലഡ്, എൻ്റെ രക്തം താങ്കളുടെ ശരീരത്തിൽ, താങ്കളുടെ വസ്ത്രത്തിൽ ഒരിക്കലും പറ്റിപ്പിടിക്കരുത്. എൻ്റെ ഹൃദയം അത് ചാഞ്ചല്യപ്പെടാതിരിക്കാൻ, എൻ്റെ കൽബ് മറ്റൊന്നിലേക്ക് തിരിയാതിരിക്കാൻ എൻ്റെ കാലുകൾ, എൻ്റെ കൈകൾ നന്നായി ചവിട്ടിപ്പിടിക്കണം താങ്കൾ. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മകന് നൽകുന്ന വസിയ്യത്താണ്. എന്തായിരുന്നു ത്യാഗമെന്ന്, എന്തായിരുന്നു സമർപ്പണബോധമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ബലി എന്ന് പറയുന്നത്. ബലിമൃഗം എന്ന് പറയുന്നത് അറവ് സുഖമല്ല ബലി, മറിച്ച് സ്വർഗത്തിൽ തടസ്സമാവുന്ന, എൻ്റെ സ്വർഗത്തിന് വിഘാതമാവുന്ന എൻ്റെ മക്കൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ കുടുംബം, എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, എൻ്റെ കച്ചവടം, എൻ്റെ ദുനിയവിയായ എല്ലാ മോഹങ്ങളെയും ഞാൻ പടച്ചോനെ നിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഇനി തയ്യാറാക്കുന്നു എന്ന ബോധ്യവും പ്രതിജ്ഞയുമാണ് യഥാർത്ഥത്തിൽ ബലിയിലൂടെ, ഉളഹിയയിലൂടെ നടത്തപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഇങ്ങനെ ഹജ്ജ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ദുൽഹജ്ജിനെയും പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തെയും ഉൾക്കൊള്ളുമ്പോഴാണ് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് റസൂൽ പറഞ്ഞ ആ പ്രതിഫലത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനികമായ സൗരഭ്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രകാശിപ്പിച്ച, നേടിയെടുത്ത ആ ഈമാനിക സൗരഭ്യം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ ഇസ്മായിലുകളാക്കുക എന്ന ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഓരോ അധ്യയന വർഷത്തിലും നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ എന്ന് പറയുന്നത്. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തെ പോലെ ഒരു കുടുംബമാക്കി മാറ്റാനുള്ള ഒരു വലിയ ചുവടുവയ്പായി മാറണം യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളടക്കം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.